അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷയിന്മേലുള്ള വാദം ഈ മാസം 29-ന് നടക്കും. ഡാനി പോൾ നൽകിയ വിവരങ്ങൾ. ഡാനി, ഈ മൂക്കന്നൂർ കൊലപാതകത്തിന്റെ നാൾവഴികൾ ഒന്ന് വിശദീകരിക്കാം. എൽദോ, 2018-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സഹോദരനെയും ഭാര്യയും അവരുടെ മകളെയും കൊലപ്പെടുത്തുന്നത്. ഇത് ഇയാൾ ബാബു എന്ന് പറയുന്നയാൾ അയാളുടെ തന്നെ മറ്റു സഹോദരങ്ങളെയും അന്ന് വെട്ടി പരിക്കേൽപ്പിക്കാനും വധിക്കാനുമെല്ലാം തന്നെ ശ്രമിച്ചിരുന്നു. 2018-ൽ മുക്കന്നൂർ എരപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ മരിച്ചത് ഇയാളുടെ തന്നെ സഹോദരനായ ശിവൻ, 62 വയസ്സുള്ള ശിവന്റെ ഭാര്യ വത്സ, 58 വയസ്സ്. ഇവരുടെ മൂത്ത മകളായ സ്മിതയാണ് ഇതിൽ മറ്റൊന്ന് കൊല്ലപ്പെട്ടത്. 30 വയസ്സാണ് സ്മിതയ്ക്ക് പ്രായം. ഇതിൽ സ്മിതയുടെ ഇരട്ടക്കുട്ടികൾ അവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത്. ഇതിൽ സ്മിതയുടെ മറ്റൊരു മകന് കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ബാബുവിന്റെ പക്കൽ നിന്ന് വെട്ടേറ്റിരുന്നു. ഒപ്പം തന്നെയും ഇയാളുടെ മറ്റ് സഹോദരങ്ങളെയും വെട്ടി പരിക്കേൽപ്പിക്കാനും ശ്രമിച്ചിരുന്നു. വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടായിരുന്നു. വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. ഈ കുട്ടികൾക്കടക്കം, ഇരട്ടക്കുട്ടികൾ ഒരാൾക്ക് അടക്കം വെട്ടേക്കുകയും ചെയ്തിരുന്നു സ്മിതയുടെ മക്കളിൽ. ഇതിനുശേഷം ഇയാൾ ബാബു ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. കൊലപാതകത്തിന് ശേഷം കൊരട്ടി ചിറങ്ങരയിലെ ക്ഷേത്രക്കുളത്തിൽ ഇയാൾ സ്കൂട്ടറുമായി ചെന്ന് ചാടുകയായിരുന്നു. പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ അവിടെ നിന്ന് എടുക്കുകയും പോലീസിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സ്വത്ത് ഭാഗം വെച്ചതിലെ വിഷയങ്ങളാണ് ഈ തരത്തിലുള്ള ദാരുണമായ ഒരു കൊലപാതകത്തിലേക്ക് അടക്കം ചെന്നെത്തിയത്. ഇപ്പോൾ പ്രത്യേക കോടതിയിൽ ഇതിന്റെ ഒരു വിചാരണ നടപടികൾ അടക്കം പൂർത്തിയായിരിക്കുന്നു. ഇതിനുശേഷമാണ് ഈ കേസ് ഇപ്പോൾ വിധി പറയുന്നതിന് വേണ്ടി അടക്കം മാറ്റിവെച്ചിരിക്കുന്നത്. കൊലപാതകവും കൊലപാതക ശ്രമങ്ങൾ അടക്കമുള്ള കുറ്റങ്ങളെല്ലാം നിലനിൽക്കുന്നതാണെന്ന് കോടതി പറയുകയും ചെയ്തിരുന്നു. ശിക്ഷയിന്മേലുള്ള വാദം ഈ മാസം 29-ന് നടക്കും. എൽദോ. ശരി ഡാനി. ക്ഷേമ പെൻഷൻ